ഇന്ന് കണ്ട ഒരു ആദ്യം കൗതുകകരമായിരുന്നു. പക്ഷേ ഒരു ഫോൺ സംഭാഷണം പുറത്തു വരുമ്പോൾ അതിന് കുറച്ചുകൂടി ഗൗരവം വരുന്നുണ്ട്. കർണാടക പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുവന്ന മോഷണ കേസ് പ്രതി രക്ഷപ്പെട്ട വാർത്ത ഇന്നാണ് ഉണ്ടായത്. തിരുവനന്തപുരം തമ്പാനൂരിലെ ലോഡ്ജിൽ നിന്നാണ് ഈ പ്രതി രക്ഷപ്പെട്ടത്. ഹെന്നൂർ പോലീസ്, കർണാടകയിലെ ഹെന്നൂർ എന്ന സ്ഥലത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന തെളിവെടുപ്പിനായി കൊണ്ടുവന്ന വലിയതുറ സ്വദേശി വിനോദാണ് പോലീസ് വലയം ഭേദിച്ച് രക്ഷപ്പെട്ടത്. ഇയാൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. വിനോദ് രക്ഷപ്പെട്ട ശേഷം അഭിഭാഷകരുമായി സംസാരിക്കുന്ന ശബ്ദരേഖ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഇന്ന് രാവിലെ 8 മണിക്കാണ് തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിലെ ലോഡ്ജിൽ നിന്ന് പ്രതി വിനോദ് രക്ഷപ്പെട്ടത്. കർണാടകയിലെ ഹെന്നൂർ പോലീസാണ് ഇയാളെ തെളിവെടുപ്പിനായി തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത്. പുലർച്ചെ 1 മണിക്കാണ് പോലീസ് സംഘം എത്തിയത്. രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടി. രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വെള്ള ടീഷർട്ടും ഓറഞ്ച് ട്രൗസറുമാണ് വേഷം. കഴിഞ്ഞ 27-നാണ് 200 ഗ്രാം സ്വർണം മോഷ്ടിച്ച കേസിൽ വിനോദ് ബംഗളൂരുവിൽ നിന്ന് ഹെന്നൂർ പോലീസിന്റെ പിടിയിലാവുന്നത്. മോഷ്ടിച്ച സ്വർണം തിരുവനന്തപുരത്തെ ജുവലറിയിൽ വിറ്റു എന്നാണ് മൊഴി. ഈ സ്വർണം വീണ്ടെടുക്കാനാണ് ഹെന്നൂർ SI ബസവരാജയുടെ നേതൃത്വത്തിൽ 5-അംഗ പോലീസ് സംഘം പ്രതിയുമായി തിരുവനന്തപുരത്തെത്തിയത്. രക്ഷപ്പെട്ട ശേഷം ഇയാൾ അഭിഭാഷകനുമായി സംസാരിക്കുന്ന ശബ്ദരേഖ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. പോലീസ് കൊല്ലുമെന്ന് ഭയന്നാണ് രക്ഷപ്പെട്ടതെന്ന് പ്രതി അഭിഭാഷകനോട് പറയുന്നു. 200 ഗ്രാമിന് പകരം 500 ഗ്രാം സ്വർണം കണ്ടെടുത്ത് നൽകണമെന്ന് ആവശ്യപ്പെട്ടെന്നാണ് വിനോദ് പറയുന്നത്. ഇവിടുന്ന് റിക്കവറി കൊണ്ടുവരുന്നതിന് അവരെടുത്ത് പറഞ്ഞത് അവർക്ക് 500 ഗ്രാം, അതായത് 200 ഗ്രാം എന്ന് പോലും ഇല്ല സാധനം. അവർക്ക് ഇപ്പൊ 500 ഗ്രാം എന്ന് പറഞ്ഞ സാധനം ഞാൻ അവർക്ക് തിരിച്ച് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ സേഫ് ആയിട്ട് പോകാൻ പറ്റില്ലെങ്കിൽ അവരെന്നെ പോകുന്ന വഴിക്ക് അവരെന്നെ അടിച്ചു കൊല്ലുമെന്ന് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം വലിയതുറയിലെ മേൽവിലാസമാണ് ഇയാൾ കർണാടക പോലീസിന് നൽകിയത്. തിരുവനന്തപുരം സിറ്റി പോലീസ് പ്രതിക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അനന്തകൃഷ്ണൻ ഈ വാർത്തയുടെ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കും. അനന്തൻ, ഒന്ന്, പോലീസ് ഇത്ര ഒരു സുരക്ഷിതത്വമല്ലാത്ത രീതിയിലാണോ ഒരു തെളിവെടുപ്പ് നടത്തിയതെന്നുള്ള ഒരു വിഷയം. മറുവശത്താണ് 200 ഗ്രാം എന്നതിന് പകരം 500 ഗ്രാം എടുത്തു കൊടുക്കണം, അല്ലെങ്കിൽ തന്നെ അടിച്ചു കൊല്ലുമെന്നൊക്കെ ഈ രക്ഷപ്പെട്ട അല്ലെങ്കിൽ പോലീസ് വലയത്തിൽ നിന്ന് ചാടിപ്പോയ വിനോദ് അഭിഭാഷകനോട് പറയുകയാണ്. അഭിഭാഷകനോട് പറയുമ്പോൾ അതിൽ അത്ര ഒരു കളവിൻ്റെ അംശം ഉണ്ടാകില്ല എന്ന് നമുക്ക് കരുതാം. അറിയില്ല യാഥാർത്ഥ്യമെങ്കിലും. എന്താണ് യഥാർത്ഥത്തിൽ ഒരു ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു യാഥാർത്ഥ്യം എന്താണ്? ദിവിഷേ, ഞാൻ ഇന്നലെ രാത്രിയിലാണ് കുറ്റവും ശിക്ഷയും എന്ന മലയാള സിനിമ കാണുന്നത്. അതിനുശേഷം ഇന്ന് യാദൃശ്യമായിരിക്കും ഇന്ന് രാവിലെ ഓഫീസിലെത്തുമ്പോൾ ആദ്യം ചെയ്ത വാർത്ത അത് ഈ കുറ്റവും ശിക്ഷയും സിനിമയിലെ ഒരു സിറ്റുവേഷന് സമാനമായൊരു സംഭവമാണ്. ഈ മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോലീസ് ഒരു പ്രതിയുമായിട്ട് വരുന്നു, അവിടെ നിന്ന് ആ പ്രതി രക്ഷപ്പെടുന്നു. ഈ രക്ഷപ്പെട്ട പ്രതി മലയാളിയാണ്, തിരുവനന്തപുരംകാരൻ തന്നെയാണ്. തിരുവനന്തപുരത്തെ ജുവലറിയിൽ ഇയാൾ കർണാടകയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം വിറ്റു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അയാളുമായി 5-അംഗ പോലീസ് സംഘം തിരുവനന്തപുരത്ത് എത്തിയത്. അവരുടെ കയ്യിൽ നിന്ന് ആ പ്രതി രക്ഷപ്പെടുകയും ചെയ്തു. ദിവിഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഹാൻഡ് കഫൊന്നും കൈവിലങ്ങൊന്നും ഇല്ലാതെയാണ് അയാൾ ഓടിപ്പോയത്. അതുകൊണ്ട് തന്നെ അയാളെ അങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ റൂമിൽ വിട്ടിട്ടുണ്ടാകണം എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും അതിനുശേഷം ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇയാൾ പുറത്തിറങ്ങി കണ്ടുവെട്ടിച്ച് പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. അതിനുശേഷം ഇയാൾ തിരുവനന്തപുരത്ത് തന്നെ അഭിഭാഷകനുമായി ഫോണിൽ സംസാരിച്ചു. അതിൻ്റെ ശബ്ദരേഖയാണ് മാതൃഭൂമി ന്യൂസിൽ നിന്ന് പുറത്തുവിട്ടത്. ആ ശബ്ദരേഖയിൽ ഇയാൾ പറയുന്നത് ഇയാൾ ഭയം കൊണ്ടാണ്, അതായത് പോലീസ് പറയുന്നത് 200 ഗ്രാം സ്വർണ്ണമാണ് നീ മോഷ്ടിച്ചത്, പക്ഷേ ഞങ്ങൾക്കത് റിക്കവർ ചെയ്ത് വരുമ്പോൾ ഏതാണ്ട് 500 ഗ്രാമെങ്കിലും വേണം, അത് ആ പോലീസുകാർക്ക് എടുക്കാനാണെന്നുള്ള ധ്വനിയിലാണ് അവർ സംസാരിക്കുന്നതെന്നാണ് ഇയാൾ അഭിഭാഷകനോട് പറഞ്ഞത്. അത് കൊടുത്തില്ലെങ്കിൽ ആ പോലീസുകാർ തന്നെ കൊല്ലും, പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് തന്നെ കൊല്ലും എന്നുള്ളൊരു ഭീതി, അല്ലെങ്കിൽ അങ്ങനെ അവർ പറഞ്ഞു. അതിൻ്റെ ഒരു ഭീതി കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നാണ്. മാത്രമല്ല ഇയാൾ മോഷ്ടിച്ചിട്ടില്ല എന്നാണ് ഇയാൾ വക്കീലിനോട് പറയുന്നത്. ഇയാളുടെ അമ്മാവൻ്റെ മകൾ നൽകിയ സ്വർണ്ണമാണ്. ആ സ്വർണം അമ്മാവൻ മറ്റ് വീട്ടുകാരൊന്നും അറിയാതാണ് തന്നത്. പക്ഷെ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഈ പെൺകുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് പോലീസിൽ പരാതി നൽകി. അങ്ങനെ ഉണ്ടായൊരു കേസാണെന്നാണ്. ഏതായാലും ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് ഈ പ്രതിയെ അന്വേഷിച്ച് എല്ലായിടത്തും നടക്കുന്നുണ്ട്. കാരണം രാവിലെ 8 മണിക്കാണ് ഇയാൾ അരിസ്റ്റോ ജംഗ്ഷനിലെ ലോഡ്ജിൽ നിന്ന് ഇറങ്ങി ഓടിയത്. അതുകൊണ്ട് തന്നെ നഗരത്തിൽ എവിടെയെങ്കിലും ഇയാൾ കാണും. മാത്രമല്ല അയാളുടെ ഇങ്ങനെ കയ്യിലൊന്നുമില്ലാതെയാണല്ലോ അയാൾ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത്. അപ്പോൾ അഭിഭാഷകനെ വിളിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെയും അദ്ദേഹത്തിന് ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടാവുമല്ലോ. അദ്ദേഹം കാലങ്ങളായിട്ട് കർണാടകയിൽ താമസിക്കുന്ന ആളാണോ അതോ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണോ അവിടെ? അങ്ങനെയുള്ള വിവരങ്ങൾ എന്താണ് അറിയാൻ കഴിയുന്നത്? ഇയാളുടെ കൂടുതൽ വിവരങ്ങളൊക്കെ പോലീസ് എടുത്തു വരുന്നേ ഉള്ളൂ. പക്ഷേ തമ്പാനൂർ പോലീസ് കരുതുന്നത് ഇയാൾ ഈ വലിയതുറ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ ഇവിടെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന വിവരമൊക്കെ ഇയാളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഈ ലോഡ്ജിൽ നിന്ന് ഇറങ്ങിയ ഓടിയാൽ തന്നെ അയാളെ രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങളൊക്കെ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടാകും. അങ്ങനെ ഒരു രക്ഷാമാർഗ്ഗം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാകും പെട്ടെന്ന് ഇയാൾ ഒളിവിലേക്ക് പോകാൻ സാധിച്ചതും അഭിഭാഷകനെ വിളിക്കാൻ സാധിച്ചതും. ഏതായാലും കോടതിയിൽ ഹാജരാകാനോ അല്ലെങ്കിൽ പോലീസിന്റെ മുന്നിലേക്ക് എത്താനോ നിയമസഹായം തേടുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതുവരെ പോലീസിനെ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ദിവിഷം, ശരി. എന്തായാലും കുറ്റവും ശിക്ഷയും എന്ന സിനിമ പോലെ ഇന്ന് രാവിലെ അതിൻ്റെ ഒരു മണിക്കൂർ ഞാൻ കണ്ടുവച്ചേക്കാണ്. ഇനി ചെന്നിട്ട് വേണം ബാക്കി കണ്ടു തീർക്കാൻ. അന്വേഷണ സംഘം ഉത്തരേന്ത്യയിലേക്ക് പോകാൻ എത്തുന്നേ ഉള്ളൂ. അതിന് സമാനമായ രീതിയിലാണ് സ്വർണ്ണമൊക്കെയായി ബന്ധപ്പെട്ട് 200 ഗ്രാം എന്ന് 500 ഗ്രാം ആക്കി എടുക്കണമെന്നൊക്കെ പോലീസ് ആവശ്യപ്പെട്ടു എന്നാണ് ഈ വിനോദ അഭിഭാഷകനോട് പറയുന്നത്. അങ്ങനെയെങ്കിൽ വളരെ സങ്കടകരമായൊരു സ്ഥിതിയാണ്.
കാരണം അനാവശ്യമായി കൂടുതൽ കാര്യങ്ങൾ അയാളുടെ തലയിലേക്ക് കെട്ടിവെക്കുന്ന ഒരു സ്ഥിതിയാണല്ലോ. എന്തായാലും യാഥാർത്ഥ്യം എന്താണെന്ന് പോലീസ് അന്വേഷണത്തിലൊക്കെ വ്യക്തമാകട്ടെ. അദ്ദേഹത്തിന് നീതി കിട്ടേണ്ടതാണെങ്കിൽ അതും സംഭവിക്കട്ടെ. ശരി, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കൊരു ഇടവേള എടുക്കാം. ശേഷം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ കണ്ണൻ നമ്മളോട് പങ്കുവയ്ക്കും. ഇടവേളയ്ക്ക് ശേഷം.